ബിരിയാണി എല്ലാരും ഒന്ന് സൂക്ഷിച്ച് കഴിക്കണം. അതെ, ഇവിടെ ഒന്ന് ബിരിയാണി ഓർഡർ ചെയ്യുമ്പോഴത്തേനും ഹൈദരാബാദ് ഒന്ന് ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഒരു 2 പേർക്ക് തീർച്ചയായിട്ടും ഒരു ബിരിയാണി ഓർഡർ ചെയ്താൽ മതി. അതുപോലെ വലിയൊരു ചെമ്പിനകത്ത് 3 പേർക്ക് കഴിക്കാം. ആൾക്കാരെല്ലാം അവിടെ പൊളിച്ചതിനകത്തു നിന്നെല്ലാം സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട്, പിന്നെ ഇവിടുത്തെ ഒരു നിത്യസംഭവമായിരിക്കും ഇതൊക്കെ. ആക്സിഡന്റ് ഉണ്ടാകുന്ന വണ്ടിയെന്നെല്ലാം ഒരു ഫസ്റ്റ് സ്ക്രാച്ച് കിട്ടി. നമ്മുടെ കാറിന്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ ഒന്ന് തട്ടി. ഒരു ലോങ് ജേണി ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പരിക്കുകൾ സംഭവിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ സിക്കിം ട്രിപ്പിന്റെ കേരള സിക്കിം ജേർണിയുടെ 4th ഡേ ആണ്. ഇപ്പൊ നമ്മളുള്ളത് ഹൈദരാബാദ്, തെലങ്കാനയാണ്. ഇനിയിപ്പോ ഞങ്ങള് ഇന്നിപ്പോ രാവിലെ ഇവിടുന്ന് വണ്ടി എടുക്കുന്നു. അടുത്ത സ്റ്റേറ്റ് നമ്മൾ മഹാരാഷ്ട്രയിലോട്ടാണ്. നാഗ്പൂറാണ് ഡെസ്റ്റിനേഷൻ വെച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് കിലോമീറ്റർ കൂടുതലായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും അല്ലേ? അതെ, ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. 500 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യാം. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ ഷൂട്ടൊക്കെ ചെയ്ത് വ്ളോഗൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ ഇടയ്ക്ക് ഒന്ന് കുക്കിംഗ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി താമസം വരുന്നു. പിന്നെ 6 മണി കൊണ്ട് ഡ്രൈവ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും. അതുകൊണ്ട് ഇന്ന് നാഗ്പൂർ എത്തുമെന്ന് അറിയില്ല. അപ്പം പിന്നെ നമുക്ക് ഏതാ സ്ഥലം? ജബൽപൂർ അല്ലേ? ജബൽപൂർ. ചിലപ്പോ ജബൽപൂർ സ്റ്റേ ചെയ്യുമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കാഞ്ചി അല്ലേ? കാഞ്ചി ഇന്നലെ കഴിച്ചത് തന്നെ. അതിന്റെ ഒരു ഫ്രാഞ്ചൈസി തന്നെ, കാഞ്ചി കഫേ. നമ്മള് തമിഴ്നാടെല്ലാം ABC ആയിരുന്നു. തമിഴ്നാടും കർണാടക ABC ആയിരുന്നു. ഇവിടെ ABC ഇല്ല. ABC ഉണ്ടെന്ന് തോന്നുന്നു. A2B. ഇവിടെ കാഞ്ചി കഫേ കാണിക്കുന്നില്ല. കാഞ്ചി കഫേ ചട്നിക്കൊക്കെ ഒരു സ്വീറ്റ് പോലെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞു. പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ ഇത്രയും ദിവസം ഞങ്ങളെല്ലാം നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ് മുതൽ നമ്മള് മഹാരാഷ്ട്ര മുതൽ ശരിക്കും നോർത്ത് റീജിയനിലേക്ക് കയറുക. അപ്പൊ അവിടെ എൻറ്റയർലി ടെറൈനും ഈ പറയുന്ന പോലെ ഫുഡും എല്ലാം മാറും. അപ്പൊ നമ്മൾ ചിലപ്പോൾ കുറച്ചൊക്കെ കുക്ക് ചെയ്തൊക്കെ കഴിക്കേണ്ട വരും. അതിന് പ്രിപ്പയർഡ് ആണ്. ഇതുവരെയൊക്കെ നമ്മുടെ നോർമൽ നാട്ടിലേക്ക് പോലെ തന്നെ ഇഡ്ഡലി, ദോശ, ബിരിയാണി എല്ലാരും ഒന്ന് സൂക്ഷിച്ച് കഴിക്കണം. അതെ, ഇവിടെ ഒന്ന് ബിരിയാണി ഓർഡർ ചെയ്യുമ്പോഴത്തേനും ഹൈദരാബാദ് ഒന്ന് ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഒരു 2 പേർക്ക് തീർച്ചയായിട്ടും ഒരു ബിരിയാണി ഓർഡർ ചെയ്താൽ മതി. അതുപോലെ വലിയൊരു ചെമ്പിനകത്ത് 3 പേർക്ക് കഴിക്കാം. 3 പേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ്. ഭയങ്കര അതിന്റെ സ്പൈസസ് എല്ലാം കൂടെ ഭയങ്കര, അതെ എന്താ പറയാ, ട്രൈ ചെയ്യാനല്ല ഉറക്കം വരികയല്ല. അതെ, ഭയങ്കര ഹെവി ആയിരിക്കും ഇവിടുത്തെ ബിരിയാണി. ഹൈദരാബാദി ബിരിയാണി സ്പെഷ്യൽ. ബിരിയാണി ഇവരുടെ സ്പെഷ്യൽ ആണല്ലോ. പിന്നെ ഇന്നലെ നമ്മള് വൈകുന്നേരം കഴിച്ച ഷവർമ ഏതായിരുന്നു? ഷവർമയാണ്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മളിവിടെ കൊച്ചിയിലും കോട്ടയത്തും ഒക്കെ ഉള്ള അൽത്താസ കണ്ടു. അതെ, നമ്മുടെ നാട്ടിലുള്ള അൽത്താസ ഇവിടെ ഉണ്ട്. അതൊരു ഓപ്ഷനാണ് ഷവർമയ്ക്കൊക്കെ വൈകിട്ട്. ഓക്കെ, സോ ഇപ്പൊ ഞങ്ങള് ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ഹൈവേയിലോട്ട് കയറുവാണ്. ഇങ്ങനെ ഇതുവഴിയാണ് അത് ഇടിച്ച് ഇറങ്ങിപ്പോയത്. വണ്ടി കിടക്കുന്നുണ്ട് അവിടെ. അതെ, അതാ ഞാൻ കണ്ടു. ഞാൻ പിന്നെ ബ്ലോഗിൽ പറയാൻ ആൾക്കാരെല്ലാം അവിടെ പൊളിച്ചതിനകത്തു നിന്നെല്ലാം സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട്, പിന്നെ ഇവിടുത്തെ ഒരു നിത്യസംഭവമായിരിക്കും ഇതൊക്കെ. ആക്സിഡന്റ് ഉണ്ടാകുന്ന വണ്ടിയെന്നെല്ലാം സാധനങ്ങൾ എടുക്കാൻ ആളുകൾ ഓടിക്കൂടും. സോ ഹൈദരാബാദ് വിട്ടു. ഞങ്ങൾ വീണ്ടും NH44 തന്നെ കയറി യാത്ര ആരംഭിച്ചു. ഇന്ന് ഞങ്ങൾ മഹാരാഷ്ട്ര കയറും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അരിയുടെ മറ്റേ നെൽകൃഷിയുണ്ട്. അതെ, ഇതാ നെല്ല നെൽകൃഷിയാണ്. അപ്പോൾ വീണ്ടും സുന്ദരമായ നല്ല ഹൈവേയിലേക്ക് കയറി. ഇപ്പോൾ 4 ലൈനാണ്. ഇന്ന് ഞങ്ങൾ നാഗ്പൂറാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 500 കിലോമീറ്റർ അടുത്തുണ്ട്. ഇന്ന് മിക്കവാറും അത്ര ഓടി തീരുമോ. ഇടയ്ക്ക് റോഡ് പണി, ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ജോലി മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ഡിലേ ആയി. സോ ജേർണി സ്റ്റാർട്ട്സ്. ഇന്ന് ഞങ്ങളുടെ Day 4 ആണ് അല്ലേ?
4ാമത്തെ ദിവസം. ഇപ്പം നമ്മൾ കയറുന്നത് 6ാമത്തെ സ്റ്റേറ്റാണ് അല്ലേ? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ഒരു ഈസ്റ്റ് സൈഡിൽ കൂടെ പോകുന്നത്, നാഗ്പൂർ വഴി. അടുത്തത് മധ്യപ്രദേശ്, അത് കഴിഞ്ഞാൽ UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെയാണ് റൂട്ട്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ. ഏതാ നോക്കി അവിടെ എഴുതി വെച്ചിട്ടാണ് കരുതുന്നു. കാണുന്നില്ല. എനിക്ക് പറഞ്ഞ സിമെന്റോ അങ്ങനെയുള്ള ആയിരിക്കും. തെലങ്കാനയല്ലേ സിമെന്റ് ഫാക്ടറിയോ. പിന്നെ റോഡ് സൈഡിൽ കണ്ടോ ഇട്ടിരിക്കുന്നത്, നെല്ലുണങ്ങായിട്ടിരിക്കുന്നത് കണ്ടോ? ഞാൻ ഹൈവേലങ്ങ് നിരത്തി ഇട്ടിരിക്കുക അല്ലേ? നമ്മുടെ അവിടെ നേരത്തെ ഇങ്ങനെ ഞാനിപ്പോ ഒരു കുട്ടനാടുകാരിയാണല്ലോ, എനിക്കറിയാലോ. നമ്മള് AC റോഡില് അതിന്റെ സൈഡിലല്ലേ എല്ലാരും നേരത്തെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മെഷീൻ വഴി ആയതുകൊണ്ട് ഒരുപാട് ചെയ്യിച്ചുണ്ട്. ഇപ്പൊ ഞങ്ങള് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ, മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഓൾമോസ്റ്റ് 500 കിലോമീറ്റർ. ഇതിനിടയ്ക്ക് ഫോറസ്റ്റും വളരെ വിജനമായ സ്ഥലമാണ്. നമുക്ക് ഫുഡിനൊന്നും ഒരു ഓപ്ഷനും അങ്ങനെ കാണുന്നില്ല, വളരെ റെയർ. അപ്പം ഞങ്ങളൊരു 200 കിലോമീറ്റർ വന്ന് കഴിയുമ്പോൾ നിസാമാബാദ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടേക്ക് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനുണ്ട്. അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും വിവാന്ത എന്ന് പറയുന്നൊരു ധാബ ടൈപ്പ് ഒരു ഇതുണ്ട്. അത്ര ഒരു ലക്ഷറി ഒന്നും അല്ല, ഇതൊരു ഓപ്ഷനുണ്ട് ഇവിടെ. ഇപ്പോൾ ഫുഡിന് വളരെ സ്കേഴ്സിറ്റിയാണ്. റെസ്റ്റോറൻറ്റ്സ് തീരെ ഇല്ല. ഫ്രം ഹൈദരാബാദ് ടു നാഗ്പൂർ. അപ്പോൾ അത് അനുസരിച്ച് വേണം ഒന്ന് ട്രാവൽ പ്ലാൻ ചെയ്യാനേ. നല്ല രസമുണ്ടല്ലേ? അങ്ങനെ നമ്മൾ ആദിലാബാദ്, അതായത് തെലങ്കാന ബോർഡറാണ്. പിന്നെ മഹാരാഷ്ട്ര നാഗ്പൂർ ടാർഗറ്റ് ചെയ്ത് നടന്നില്ല. എൻ്റെ ഒരു ഹാഫ് വേ റീച്ച് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദിലാബാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. NH44 നല്ല മനോഹരമായ ഹൈവേയുടെ കാഴ്ചകൾ കണ്ട് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ പോകുന്ന വഴിക്ക് നമ്മളെ റെസ്റ്റോറൻറ്റ് വളരെ കുറവാണ് കേട്ടോ. ഒരു നിസാമാബാദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ റോഡ് ഇച്ചിരി ഉള്ളിലോട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ധാബ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ധാബാസ് പോലും ഭയങ്കര കുറവാണ്. ഹൈവേ ധാബാസ് പോലും ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഹൈദരാബാദ് ടു നാഗ്പൂർ റൂട്ട് വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിൽ. ഇവിടെ വരുന്നു. രസമുണ്ട്. അനീന എടുക്കുന്നതേ അടിപൊളി. ടോൾ പ്ലാസ ആണ് എടുത്തോ. ഈ സ്ട്രെച്ച് നോക്കി എന്ത് ലെങ്തി ആയിട്ടാണ് റോഡ് കിടക്കുന്നതെന്നാ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഈസ് അമേസിങ്. ഇറ്റ്സ് അമേസിങ് വ്യൂ. നല്ല ഗോൾഡൻ അവേഴ്സ് ഉണ്ടല്ലേ സന്ധ്യ മയങ്ങുന്ന സമയം. പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈവേസ് റൈഡ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ബ്യൂട്ടിയല്ലേ. ആ സൺസെറ്റൊക്കെ ഒരു സൈഡിൽ അടിപൊളി. ട്രക്സ് ശരിക്കും നമ്മുടെ ഒരു റോഡ് കമ്പാനിയൻസ് ആണ് ട്രക്കുകളല്ലേ. നമ്മൾ ആദ്യം തൊട്ടേ എല്ലാം കൂടെ ഉള്ളത് ഈ വണ്ടിയുടെ ട്രക്ക് ആൻഡ് ട്രക്ക് ഡ്രൈവേഴ്സ്. നമുക്ക് എന്ത് ആവശ്യം വന്നാലും നല്ല ആൾക്കാരാണ് ട്രക്ക് ഡ്രൈവേഴ്സ്. എന്നാ നമ്മൾ ആദിലാബാദ് അല്ലേ? നാഗ്പൂർ ആയിരുന്നു നമ്മുടെ 6ാം സ്ട്രെച്ച്. നമ്മൾ ഓടി പിടിച്ചില്ല.
നമ്മള് രാവിലെ തന്നെ ലേറ്റ് ആയി. അതെ അതെ. പിന്നെ എല്ലാം എവറിത്തിങ് ഈസ് അൺഎക്സ്പെക്റ്റഡ്. എല്ലാ കാര്യങ്ങളും വളരെ യാദർശികമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേരുന്നത്. ഇന്നൊരു ഫസ്റ്റ് സ്ക്രാച്ച് കിട്ടി. നമ്മുടെ കാറിന്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ ഒന്ന് തട്ടി. ഒരു ലോങ് ജേണി ആകുമ്പോൾ എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പരിക്കുകൾ സംഭവിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് പ്രിപ്പയർ ആയിട്ട് പോവാം. അതെ 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 അതെ. അവൻ വികലാംഗനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല കൃഷി സ്ഥലങ്ങളല്ലേ. ഇത് ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞ ആ സൺസെറ്റ് ടൈം ഉണ്ടല്ലോ. ഇവൻ ഡ്രോൺ ആണെങ്കിലും എടുക്കാൻ നല്ല സമയമാണ്. ഷൂട്ടേ ഹൈവേയുടെ ലെങ്ത് കണ്ടോ. നമ്മുടെ ആ സിനിമയ്ക്കകത്ത് പറയുന്ന ദൈവം പച്ചപ്പും ഹരിതാപവും. ഓം ശാന്തി ഓശാന. ആ സൈഡിലോട്ട് നോക്കി. അപ്പോൾ ഇന്ന് ട്രക്ക് ഡ്രൈവർ അല്ലേ, ശരിക്കും പറഞ്ഞാൽ അയാളെ മരണം മുന്നിൽ കണ്ടു കാണും അല്ലേ. അത് എത്ര മീറ്ററാ അത് വണ്ടി വെളിയിൽ ചാടിയിട്ട് ഓടിപ്പോയി മറിഞ്ഞതല്ലേ. ഇങ്ങനെ നമ്മൾ ഈ തുണി ഇങ്ങനെ തൂക്കിയിടുന്നതിന് നമ്മള് വിളിക്കുന്ന പേരാണ് കഥകളി വണ്ടി. ഇതിന്റെ തുള്ളല് കാണുന്നത് രസം. നല്ലൊരു സ്ട്രെച്ചാ. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നല്ല ഫോറസ്റ്റാ. ഇതിനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇതിന് ആനയുണ്ടോ? അതെ, ആനയുണ്ടോ, പുലിയുണ്ടോ? വലിയൊരു ഫോറസ്റ്റാ. ഇട്ട് കൊടുക്കുന്നവക്കെ ഓരോന്നോരോന്ന് ഇട്ട് കണ്ടോ ഇട്ട് കൊടുക്കുന്നുണ്ടോ കുരങ്ങിന്. അടിപൊളി. ട്രക്ക് ഡ്രൈവർക്കൊരു കൈ കൊടുക്കട്ടെ.
ആ ബോണറ്റിലേക്ക് സൺലൈറ്റ് വീഴുന്ന highways are calling. NH44 connecting India. Which town this is? Anyway, highways എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഹൈവേസ്. ശരിക്കും NH44 ഒരു ലോങ് സ്ട്രെച്ച്. അത് എന്റെ ബ്രദറൊക്കെ കഴിഞ്ഞ ദിവസം എവിടുന്ന ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദ് വരെ 3 ദിവസം കൊണ്ടല്ലേ പോയത്. അവൻ എന്നോട് ഇപ്പൊ എടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ഇവിടുത്തെ റോഡ്, അടിപൊളിയല്ലേ എന്ന് ചോദിച്ചു. ആകപ്പാടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഫുഡിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് വലിയ പ്രശ്നമില്ല, നമുക്ക് കിട്ടിയല്ലോ. കിട്ടി, എന്നാലും ബാക്കിയുള്ളവർ അങ്ങനെ ഇറങ്ങി തപ്പണമെന്നില്ല. നമ്മള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പലയിടത്തങ്ങ് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ കേരള സിക്കിം ട്രിപ്പിൻ്റെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ആദിലാബാദിൽ അവസാനിപ്പിക്കുകയാണ്. ആദിലാബാദ് തെലങ്കാന മഹാരാഷ്ട്ര ബോർഡറാണ്. ഇത് നാഗ്പൂർ ടാർഗറ്റ് ചെയ്ത് നടന്നില്ല. അപ്പോൾ നല്ല സുന്ദരമായ സ്ഥലം ആദിലാബാദ്, നല്ല ബ്യൂട്ടിഫുൾ, അതായത് ഹൈവേ കോളിംഗ് എന്നൊക്കെ പറയാറില്ലേ, ഇന്ത്യ കണക്റ്റിംഗ് NH44 സൂപ്പർ റോഡാണ്. ഇന്നത്തെ ഡ്രൈവ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൽ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ സ്ട്രെച്ചായിരുന്നു, ഏറ്റവും നല്ല റോഡുമായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. സോ ടുഡേ വി ആർ വൈൻഡിങ്. അപ്പം നാളെ അപ്പം ഞങ്ങൾ നാഗ്പൂറിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ യാത്രയിൽ നല്ല സുന്ദരമായ റോഡ് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗേസ്, ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ പോകുന്ന വഴിക്കായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നാഗ്പൂർ എത്താനുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലുണ്ട്. ആദിലാബാദ് എന്ന് പറയുന്ന, ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കേൾക്കുക ആ സ്ഥലം. ഒരു സ്മോൾ ടൗൺഷിപ്പാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്റ്റേ എടുത്തപ്പം ലോകത്തിൻ്റെ ഏത് കോർണറിൽ ചെന്നാലും മലയാളി ഉണ്ടെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ആദ്യത്തെ ഷോപ്പ് ഒരു മലയാളിയിലായിരുന്നു. ഇതുണ്ട്, ഇവരുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ പൈസ വാങ്ങിക്കുന്നില്ല, നിർബന്ധിച്ച് നിൽക്കുക. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. സ്വന്തം വീട്ടുകാരെ കണ്ടപോലെ. അതുപോലെ ഇവിടെ മലയാളികൾ വളരെ കുറവാണ്. അപ്പം മലയാളിയാണ് എന്ന് അറിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ പ്രത്യേകിച്ച് കേരള വണ്ടി കണ്ടിട്ട് ഒത്തിരി പേര് വന്നു. അതുപോലെ ഇവർ മലയാളിയാണെന്ന് പറഞ്ഞ് ഇത് ശ്യാം ഇവിടെ അടുത്തൊരു ലാബിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. സ്ഥലം തൃശ്ശൂർ അല്ലേ? കോഴിക്കോട്. ശ്രീഹരിയുടെ സ്ഥലം തൃശ്ശൂർ. ഇത് ശ്രീഹരി ഈ റെസ്റ്റോറൻറ്റിന് ഓണറാണ്. അപ്പോൾ ഗേസ്, ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ ട്രിപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് മലയാളികളെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ.